ആസിഫ്ക്ക് അതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. വിളിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ പടം നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടല്ല. ആദ്യം വിളിച്ച അങ്ങനല്ലോ, വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ, ഞാൻ വിഷ് ചെയ്തു നിന്റെ പടം ഭയങ്കര അഭിപ്രായം ഉണ്ടല്ലോ, ഞാൻ നിന്നെ വിളിക്കാൻ ചുമ്മാ തോന്നിയപ്പോ വിളിച്ചാണ്, സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അത് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു. വിക്രം വിളിച്ചില്ല, അതും വിളിച്ചപ്പോൾ ഇതുപോലെ പറഞ്ഞു. വിക്രം ജോഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം പടം ഭയങ്കര ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ എന്നോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നിയെന്ന് പറഞ്ഞു എന്റെ ക്യാരക്ടറിനോട്. അപ്പൊ അത് വർക്കായി, പുള്ളി ആവേശം കണ്ടിട്ടുണ്ട്, അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതല്ലാതെ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട്, മറ്റവനില്ലേ അവനെ കൈ ഇതൊക്കെ പറഞ്ഞു, അവരെ ഓടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. അതൊക്കെ ഭയങ്കര സന്തോഷമായി, ക്യാരക്ടർ വർക്കായില്ലോ ദേഷ്യം തോന്നുമ്പോ. നിങ്ങളുടെ ഈ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു 100 നമുക്ക് അതിന് 100+ ഇടാൻ വേണ്ടി തോന്നുമല്ലോ. നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സഞ്ജയന്റെ അടുത്ത ആള്. അതിപ്പോ ആളുടെ സജഷൻ ആണെങ്കിലും എന്റെ ക്ലോസ് ആണെങ്കിലും ആളപ്പുറത്ത് ചത്ത അഭിനയിക്കും. അത്രയും നമുക്ക് റിയാക്ഷൻ നമുക്ക് തരുവാള്. ഇപ്പം ഞാൻ എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറയും. ആള് കുറെ കയ്യിൽ നിന്നൊക്കെ ഇടും. അപ്പം എന്നോടും പറഞ്ഞ് അങ്ങനെ ചെയ്താൽ രസം ഉണ്ടാവും പറയും. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സൈഡ്. മൊത്തത്തില് അത് വർക്കാക്കി എടുക്കാന്നുള്ളതാണ് സീൻ. അത് രണ്ടുതാണെങ്കിലും എനർജി പാസിംഗ് ചെയ്യാന്നുള്ളതാണ് വർക്ക്. മൊത്തത്തിൽ അങ്ങനെ എല്ലാരും ഒന്ന് ഹൈ ആയി നിൽക്കുമ്പോ നമ്മളും അങ്ങ് കേറും. അത് സെറ്റിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. എല്ലാരും ഒന്ന് കേറി അങ്ങനെ അഭിനയിക്കും, നമ്മൾ ആ കൂടെ അങ്ങ് പോകും. ഞാൻ അശ്വര പറഞ്ഞാല് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ നിക്കില്ല. സാക്ഷ്യം നിൽക്കുമ്പോ അവിടെ ഒന്നും നിക്കില്ല, അഭിനയിക്കില്ല എല്ലാവരും. ചിലവര് വേറെ ആൾക്കാരെ കയറി നിൽക്കുന്ന ഷോൾഡർ ഒക്കെയാണ്. പക്ഷെ സഞ്ജയൻ, ഞാനത് സഞ്ജയന്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. സഞ്ജയൻ എല്ലാ ഷോട്ടിലും വന്ന് നിൽക്കും അവിടെ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ റിയാക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് ഒരാൾ വെറുതെ പറയുന്നതും പെർഫോം ചെയ്യുമ്പോൾ കണ്ട് അതിന് റിയാക്ഷൻ കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്തൊക്കെ പാളിപ്പോറുണ്ട്, തിരിച്ചു ചെയ്യാൻ പറ്റുമല്ല, കൈയൊക്കെ നോക്കിയായിരിക്കും പറയണത്, ബാസ്കറ്റ് ടൈപ്പൊക്കെ നോക്കി. ഈ ഇപ്പൊ യൂട്യൂബില് സ്റ്റാർസ് ആണല്ലോ, കാരണം അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അത്രയും ഫാൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പ്രൊമോഷനിൽ സ്റ്റേജിൽ കയറിയാലും കയ്യടി കൊണ്ട് കണ്ണീര് വരെ വന്ന ആളാണ്. കാരണം അതൊരു ഇമോഷനാണ്, സന്തോഷം കൊണ്ട് കരച്ചിൽ വന്നതാണ്. പക്ഷെ ഈ ബിഗ് സ്ക്രീനിൽ വരാന്നാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. ആദ്യ സിനിമ, അതിന്റെ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ ഓരോ കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ഇതില്? എനിക്ക് തോന്നുന്നു അവർക്ക് ഒരുപാട് ഓഫർ ഒന്നും ഉണ്ടായിരുന്നു സെലക്ട് അല്ലേ? എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? എന്തുകൊണ്ടാ ഫൈനലി തന്നെ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചത്? ഒരുപാട് വർഷമായില്ലേ. അപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പം നമ്മളും സിനിമയുടെ റൈറ്റിംഗിലാണ്. 1-2 മൂവി റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രോജക്ട്സ് മനസ്സിലുണ്ട്. അപ്പൊ അതിൽ തന്നെ ആയിരിക്കും തുടങ്ങുക എന്നിങ്ങനെ മെന്റലി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിനെക്കാട്ടിലും നല്ലതായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ വിഷ് ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന പേരുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഉറപ്പായും ചെയ്യണം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചിത്തുചേട്ടനാണ് കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ വന്നത്. അപ്പോ കഥയും കേട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ടു ബിഗിൻ വിത്ത് അത് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി തോന്നിയതുകൊണ്ട് അങ്ങനെ പിക്ക് ചെയ്തതാണ്. പടത്തിന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. ഓഫേഴ്സ് നിരസിച്ചിട്ടാണ്